ഈ ക്വസ്റ്റ്യനിൽ എന്തുണ്ട്? ഇത് എക്സ് റേസ് ടു 0.7 ഡിവൈഡ് ബൈ 48 ഈസിക്കൽ ടു 36 ഡിവൈഡ് ബൈ എക്സ് റേസ് ടു 2.3 ആയാൽ എക്സിൻ്റെ വില എത്ര? നമ്മളുടെ എക്സിൻ്റെ വില എത്രയാണ് ചോദിച്ചത്. ഇവിടെ നടുവിൽ ഈസിക്കൽ ടു തന്നിട്ട് ഈ രീതിയിൽ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സിൻ്റെ ടേംസിനെ എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുപോകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. എന്താണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും? ഓക്കെ, അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എക്സ് റേസ് ടു 0.7 ഗുണിക്കണം എക്സ് റേസ് ടു 2.3 ഈസിക്കൽ ടു 36 ഇൻറ്റു 48 എന്ന് വരും. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈസിക്കൽ ടു എ റേസ് ടു എം പ്ലസ് എൻ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഈ രണ്ട് എക്സിൻ്റെ ടൈമിൻ്റെ പവർ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം 2.3യും 0.7 ആഡ് ചെയ്താൽ നമുക്ക് 3 കിട്ടും. അപ്പോൾ അതാണ് എക്സ് ക്യൂബ് എന്നായി മാറും. എക്സ് ക്യൂബ് ബേസിക്കൽ ടു 36 ഇൻറ്റു 48. ഇവിടെ നമുക്ക് ഇത് ഈ എക്സ് ക്യൂബ്, അപ്പോൾ എക്സിൻ്റെ ഏതോ ഒരു നമ്പറിൻ്റെ ക്യൂബാണ് ഇവിടെ തന്നിരിക്കുന്ന നമ്പർ. അപ്പോൾ നമുക്ക് പല രീതികൾ ചെയ്യും. അപ്പോൾ നമുക്ക് നോർമലി കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഇത് രണ്ടിന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 6 8 48 ബാക്കി 4 4 6 24 4 28 124 4 ബാക്കി 2 4 12 14 8 8 4 12 ബാക്കി 1 4 2 6 1 7 1728 നമുക്ക് ആൻസർ. ഇത് ഏതോ ഒരു നമ്പറിൻ്റെ ക്യൂബായിരിക്കും. ഓക്കെ, അപ്പം ഏത് നമ്പറിൻ്റെ ക്യൂബാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ലാസ്റ്റത്തെ നമ്പർ എത്ര നോക്കുക. ഓക്കെ, അപ്പം ഏതൊക്കെ നമ്പർ ക്യൂബ് ചെയ്താലാണ് ലാസ്റ്റ് 8 കിട്ടുക? ഉദാഹരണത്തിന് 3 ചെയ്താൽ ക്യൂബ് ചെയ്താൽ അവസാനം എന്താണ്? 7 വരിക. ഓക്കെ, അതേപോലെ നമുക്കിപ്പോൾ 2 വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2 ക്യൂബ് വരികയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് 8 കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 അവസാനിക്കുന്ന ഒരു നമ്പർ നമുക്ക് എന്തെടുത്ത് നോക്കാം? ഫസ്റ്റത്തെ എന്തായാലും 2 ആയിരിക്കില്ലല്ലോ, പിന്നെ 12 22 ഈ തുടങ്ങിയ നമ്പറുകളായിരിക്കും. നമുക്ക് ഏറ്റവും ചെറിയ നമ്പറായ 12 എടുത്ത് നോക്കാം. 12ൻ്റെ ക്യൂബ്, 12ൻ്റെ സ്ക്വയർ എല്ലാവർക്കും അറിയാം, 144. എന്താണ് 144? അപ്പോൾ 144 ഇൻറ്റു വീണ്ടും ഒരു 12 ചെയ്യാം. അപ്പോൾ 2 4 8 2 4 8 ഒരു 2 2 ഒരു 4 4 ഒരു 4 4 ഒരു 1 1. ഇത് ആഡ് ചെയ്ത് നോക്കിയാൽ 8 8 4 12 2 ബാക്കി 1 4 2 6 1 7 1. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 12ൻ്റെ ക്യൂബാണ്. നമുക്ക് മനസ്സിലായി. അപ്പം നമുക്കിവിടെ 12 എക്സിൻ്റെ വില എത്രയായിരിക്കും? 12 ക്യൂബ് ഈസിക്കൽ ടു 1728 നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി 12. ഇനി നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ എങ്ങനെ ചെക്ക് ചെയ്യാൻ വെക്കുക. അതായത് എക്സ് ക്യൂബ് ഈസിക്കൽ ടു 36 ഇൻറ്റു 48 എന്നല്ലേ. ഇതിലുണ്ട് നമ്മൾ ഈ 36നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തണം. 36 നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം? 12 ഇൻറ്റു 3 36 ഇൻറ്റു 48 നമുക്ക് എങ്ങനെ എഴുതാം? 12 ഇൻറ്റു 4 ഇത് 48. ഓക്കെ, ഇനി 12നെ നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. 12 ഇൻറ്റു 12, അപ്പോൾ ഈ 2 12നെ നമ്മളൊരു സൈഡിലേക്ക് കൊണ്ടുവരും. ഇനി 3 ഇൻറ്റു 4 അത് എത്രയാണ്? 12. അപ്പോൾ ഇവിടെ ആൻസർ കിട്ടി. 3 12 കൂടിയതാണ് ആര്? എക്സ് ക്യൂബ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എഴുതാം. എക്സിൻ്റെ വാല്യൂ എന്താണ്? 12 ആണെന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ കിട്ടി.